that we are open for business. China can buy all the oil they want from us there or in the United States. Russia can get all the oil they need from us, and they do. ലോകരാഷ്ട്രീയം വീണ്ടും വലിയൊരു മാറ്റങ്ങളിലേക്ക് പോകുകയാണ്. ആദ്യം ഇറാൻ, പിന്നെ വെനിസുല. പലരും ചോദിക്കുന്നു, ഇവയെല്ലാം തമ്മിൽ എന്താണ് ബന്ധം? ഇതൊരു യുദ്ധകഥയല്ല, ഇതൊരു ലോക എനർജിയുടെ നിയന്ത്രണ കഥയാണ്. നമുക്ക് ഇറാനിൽ നിന്ന് തുടങ്ങാം. ഇറാനെ അടുത്തുള്ള ഹോർമൂസ് കടലിടുക്ക് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ ഗതാഗത മാർഗ്ഗമാണ്. ലോകത്തിലെ വലിയൊരു ശതമാനം എണ്ണ ഇവിടെ നിന്നാണ് കടന്നു പോകുന്നത്. അതിനാൽ ഇവിടെ സംഘർഷമോ തടസ്സമോ ഉണ്ടായാൽ എണ്ണയുടെ വില ലോകമെമ്പാടും ഉയരും, വിപണി അസ്ഥിരമാകും. ഇതാണ് ഇറാൻ വിഷയത്തിന്റെ പ്രധാന പ്രാധാന്യം. ഇനിയിപ്പോൾ വെനിസുലയിലേക്ക് വരാം. വർഷങ്ങളായി ഉപരോധങ്ങൾ കാരണം വെനിസുലയുടെ എണ്ണ കയറ്റുമതി നിയന്ത്രണത്തിലായിരുന്നു. പക്ഷേ ലോകത്ത് എണ്ണയുടെ ആവശ്യം കൂടുമ്പോൾ വിതരണത്തിന് പുതിയ ഉറവിടങ്ങൾ ആവശ്യമായി വരുന്നു. അതിനാൽ ചില നിയന്ത്രണങ്ങൾ ലഘൂകരിച്ച് വെനിസുലയുടെ എണ്ണ ഉൽപ്പാദനം വീണ്ടും സജീവമാക്കാൻ ശ്രമങ്ങൾ നടത്തും. ഇതിന്റെ ലക്ഷ്യം ലോകവിപണിയിലെ എണ്ണവില സ്ഥിരപ്പെടുത്തുക എന്നതാണ്. ഇപ്പോൾ പ്രധാന കാര്യം മനസ്സിലാക്കണം, ഇറാനും വെനിസുലയും രണ്ടും ഒരേ കഥയുടെ ഭാഗമല്ല. പക്ഷേ രണ്ടും ലോക എണ്ണ വിപണിയെ ബാധിക്കുന്ന ഘടകങ്ങളാണ്. ഇറാനിൽ സംഘർഷമുണ്ടാകുമ്പോൾ വിപണിയിൽ അനിശ്ചിതത്വം വരും. മറികടക്കാൻ മറ്റു രാജ്യങ്ങളിൽ നിന്ന് സപ്ലൈ വർദ്ധിപ്പിക്കേണ്ടി വരും. ഇതാണ് എനർജി ബാലൻസ് സ്ട്രാറ്റജി. ഇന്നത്തെ ലോകത്ത് എണ്ണ വെറും ഇന്ധനം മാത്രമല്ല, അത് സാമ്പത്തിക ശക്തിയുടെ അടിസ്ഥാനമാണ്. പെട്രോൾ, ഗ്യാസ്, ഗതാഗതം, വിലക്കയറ്റം എല്ലാം ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. അതിനാൽ ചെറിയൊരു മാറ്റം പോലും ലോകം മുഴുവൻ അനുഭവിക്കേണ്ടിയും വരുന്നു. അതിനാൽ ഒരു ചോദ്യം, വേൾഡ് എനർജി കൺട്രോൾ ആരുടെ കയ്യിലായിരിക്കും? നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നെ ഫോളോ ചെയ്യാനും മറക്കല്ലേ. നന്ദി.